ഇത്ര മോന്ന കൊടുപ്പുളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്ര മോന്ന കൊടുപ്പുളി കാണുന്നത്. അപ്പോൾ ഇത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ്. മിക്ക ആളുകളുടെ വീട്ടിൽ ഈ സാധനം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ നാട്ടുംപുറങ്ങളിലൊക്കെ ഉള്ളവരുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു തയ്യെങ്കിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും 2 തയ്യുണ്ട്. പക്ഷേ ഒരെണ്ണത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഒരെണ്ണത്തിൽ നന്നായി ഉണ്ടായി തുടങ്ങിയതായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ കൊമ്പൊന്ന് വെട്ടി കൊടുത്തിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അത് കാരണം അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പുളി എന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഈ തോടിനൊക്കെ നല്ല കനം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണങ്ങാൻ നല്ല എളുപ്പമായിരുന്നു. പക്ഷേ ഇതിന് നല്ല ഇതിൻ്റെ തോടിനൊക്കെ നല്ല കനമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിന് നല്ല പുളിയായിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിന് നല്ല പുളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചേക്കാളും നല്ല പുളിയായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ നന്നായിട്ട് പുക കൊള്ളിക്കും. തീ ഇങ്ങനെ ഇടല്ല ചെയ്യുക, പുക മാത്രമാണ് കൊള്ളിപ്പിക്കുക കേട്ടോ. തീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചീത്തയായി പോവും. അപ്പോൾ നന്നായിട്ട് പുക ഒരു 3-4 ദിവസമൊക്കെ പുക കൊള്ളിക്കും. അതേപോലെ തന്നെ നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ വെയിലത്തിട്ടിട്ട് ഉണക്കും ചെയ്യും. പിന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് പുരട്ടിയിട്ട് എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.